നമുക്കറിയാം ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് ചെക്ക് പോസ്റ്റുകളിലാണ്. എന്ന് മാത്രവുമല്ല, ഒരു കാലത്ത് ചെക്ക് പോസ്റ്റുകളിലേക്ക് നിയമനം കിട്ടാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ തലസ്ഥാനത്തിറങ്ങി കൈക്കൂലി ഓഫർ ചെയ്യുന്നൊന്നും അസാധാരണമായ കാഴ്ചയായിരുന്നില്ല. ഇതാ ഇപ്പോൾ ചെക്ക് പോസ്റ്റുകളിലെ അഴിമതി തടയാൻ മോട്ടോർ വാഹന വകുപ്പ് ചില നടപടികളുമായി രംഗത്ത് വരുന്നു. ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കാൻ ഗതാഗത കമ്മീഷണർ പുതിയ ഒരു മാനദണ്ഡം ഇറക്കിയിട്ടുണ്ട്. നിലവിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് പിൻവലിക്കും. ഒരു ഉദ്യോഗസ്ഥന് 15 ദിവസം മാത്രമേ ഈ ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടി കൊടുക്കൂ. നല്ല തീരുമാനമാണെന്ന് തോന്നുന്നു. പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. സലീം മാലിക് തിരുവനന്തപുരം നിന്ന് തത്സമയം ചേരുന്നു. സലീം, ശരിക്കും ഈ വെള്ളാനെ നേരെയാക്കുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ പോലും ഈ നീക്കം നമ്മൾ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പറയൂ. തീർച്ചയായും സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റുകളാണ് ഏറ്റവും അധികം അഴിമതി നടക്കുന്ന ഇടം എന്നൊരു പറച്ചിലുണ്ട്. മാത്രമല്ല, വിജിലൻസിന്റെ കണ്ടെത്തലിൽ കൂടി അത്തരത്തിൽ സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റുകളിൽ കാര്യങ്ങളൊന്നും നല്ല നിലയിലല്ല എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം. അതായത് നിലവിൽ ചെക്ക് പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഒരാളെ വിടാതെ എല്ലാവരെയും പിൻവലിക്കുക എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട തീരുമാനം. അതിനുശേഷം മുഴുവൻ ചെക്ക് പോസ്റ്റുകളിലും പുതിയ ഉദ്യോഗസ്ഥരെ നിയമിക്കും. ഓരോ ഉദ്യോഗസ്ഥർക്കും 15 ദിവസം മാത്രമേ പരമാവധി ഒരു ചെക്ക് പോസ്റ്റുകളിൽ ഡ്യൂട്ടി നൽകൂ എന്നുള്ളതാണ്. കാരണം അഴിമതിക്കാരുമായി സൗഹൃദം സ്ഥാപിച്ച് പണമിടപാട് ഉൾപ്പെടെ നടത്തുന്നത് ഈ സൗഹൃദത്തിന്റെ ബലത്തിലാണ് എന്നും കാലങ്ങളായി ഒരേ ചെക്ക് പോസ്റ്റിൽ തുടരുന്നതിലൂടെ അവരുമായി വലിയ ബന്ധമുണ്ടാക്കുന്നു എന്നുള്ള കണ്ടെത്തലിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ആ തീരുമാനം. അതുകൊണ്ട് തന്നെ ഒരു ചെക്ക് പോസ്റ്റിൽ പരമാവധി 3 ഉദ്യോഗസ്ഥരെ മാത്രം നിയമിക്കും. ആ 3 ഉദ്യോഗസ്ഥർ 15 ദിവസത്തിനിടവിട്ട് മാറ്റമുണ്ടാകും എന്ന നിലയിലുള്ള ഒരു ഉത്തരവാണുള്ളത്. മാത്രമല്ല, പുതിയ ഉദ്യോഗസ്ഥരെ നിയമിക്കാനായി ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെയായിരിക്കും ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തന സമയം. മാത്രമല്ല, നികുതി വെട്ടിക്കുന്ന വാഹനങ്ങളെ അതിർത്തിയിൽ പിടികൂടാതെ മറ്റിടങ്ങളിൽ വെച്ച് പിടികൂടാനുള്ള നിർദ്ദേശവുമുണ്ട്. ഇതിനായി നിരന്തര പരിശോധന ചെക്ക് പോസ്റ്റുകളിൽ എൻഫോഴ്സ്മെന്റ് RTO ഉറപ്പാക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. ഇത് സംബന്ധിച്ച ഉത്തരവ് ഇതിനോടകം തന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞു. അതായത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ നിയമനം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SKN.